അച്യുതൻ സത്യനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഭൂമിയുടെ അച്ഛൻ തന്നെയാണോ ഇതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പോയിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര വർഷമായി കാണാതായിട്ട് എന്നൊക്കെ പണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ വളർത്തിയവരെ മോളെയും അവരെ വളർത്തിയവരെയും കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാലം വളർത്തിയ ഒരു പരിഗണനയും ഞാൻ അവർക്ക് കൊടുക്കില്ല. അവരുടെ ഓർമ്മകളിൽ നിന്ന് പോലും എൻ്റെ മോളുടെ ഓർമ്മ ഇല്ലാതാക്കി കളയുകയും ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇത്രയും വർഷം എന്നിൽ നിന്ന് അകറ്റിയില്ലേ. എൻ്റെ കൂടെ എന്നും ഉണ്ടാവേണ്ട മോളെയല്ലേ അവരെ ഇല്ലാതാക്കിയത്. ഒരു കുട്ടിയെ കാണാതായാൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ അവർ കൊണ്ട് വളർത്തുകയല്ലല്ലോ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ അച്യുതൻ ഇറങ്ങിപ്പോരുന്നുണ്ട്. അജയുടെ വീട്ടിലാണെങ്കിൽ എൻഗേജ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അഞ്ജന 1000 പേരെ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ വീട്ടിൽ നിന്ന് ആരെയും വിളിക്കേണ്ട, അവളെയും വിളിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അജയ് അകത്തുനിന്ന് വന്നിട്ട് പറയുന്നുണ്ട് അവളെ എന്തായാലും വിളിക്കണം, വീട്ടുകാരെ എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റിങ്ങിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചത് അവൾക്ക് കൂടി കാണിച്ചു കൊടുക്കണം, അവൾക്ക് ഭയങ്കര നോളേജാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അത് കേട്ടിട്ട് പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജനെ മാറ്റി നിർത്തിയിട്ട് അജയ് പറയുന്നുണ്ട് മുത്തശ്ശിയുടെ സമ്മതത്തോടു കൂടി തന്നെ, അനുഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ അവളുടെ കയ്യിൽ റിങ്ങിടും, ഭൂമിയുടെ കയ്യിൽ റിങ്ങിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ സത്യം വന്നിട്ട് ഭൂമിയെ കാണാൻ വേണ്ടി കടയിലേക്ക് വരുന്നുണ്ട്. കടയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഭൂമിൻ്റെ ചായ കുടിക്കാൻ തോന്നിയിട്ട് വന്നതാണ്. ഭൂമിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണെന്നില്ലാത്തൊരു റിലീഫാണ്, ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും മൈൻഡ് എപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് എന്നാൽ പിന്നെ സാറ് എപ്പോഴും കടയിലേക്ക് പോന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അച്യുതൻ ഭാര്യേൻ്റെ അടുത്ത് പോയിട്ട് സത്യൻ്റെ അടുത്ത് പോയ കാര്യങ്ങളും മോളെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വളർത്തിയവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓർമ്മകളിൽ നിന്ന് പോലും ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മോളെയും കൂട്ടി പോകണം, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വരും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതൻ പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് എൻ്റെ മാളല്ലേ, എൻ്റെ മാളെ ഞാൻ ഒരിക്കലും ആർക്കും വിട്ടു കൊടുക്കില്ല അച്യുവേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഭൂമി വരികയാണ്. ഭൂമി വന്നിട്ട് നോക്കുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വാടകക്കാരൻ വീട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി നാട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോളുടെ അടുത്ത് പറയുന്നുണ്ട് അച്യുതൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.